പയ്യന്മാർ ഹോട്ടലിൽ ഫുഡ് പാഴ്സൽ വാങ്ങാൻ പോവുകയാണ്. പാഴ്സൽ വാങ്ങിക്കുന്ന സമയത്ത് അവർക്ക് 100 രൂപയുടെ ഒരു കുറവുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഞാൻ നാളെ കൊണ്ടുതരാമെന്ന്. പക്ഷെ ആ മുതലാളി അത് കേൾക്കാൻ തയ്യാറായില്ല. ഇപ്പം തന്നെ അത് തരണമെന്ന് പറഞ്ഞു. വഴിയില്ലാതെ മുതലാളിയോട് പറയുകയാണ്, എന്നാൽ അതിന് പറ്റിയ എന്തെങ്കിലും ജോലി പറ, ഞങ്ങൾ അത് ചെയ്യാമെന്ന്. പയ്യന്മാരെ നാണം കെടുത്തുന്ന രീതിയിൽ 2 ബോർഡ് കഴുത്തിൽ തൂക്കി പുറത്ത് നിൽക്കാൻ പറയുകയാണ്. ഒരു വഴിയില്ലാതെ അവരത് സമ്മതിക്കുകയും ചെയ്യും. സമയം തന്നെ ഇലവിൽക്കുന്ന അവരുടെ ഒരു കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അവർ കാര്യം അന്വേഷിച്ചു. അങ്ങനെ പൈസ കൊടുത്ത് പാഴ്സൽ വാങ്ങി അവർ തിരിച്ചു പോവുകയാണ്. മായി വീട്ടിലെത്തിയിട്ട് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ആ കൂട്ടുകാരനോട് പറയുകയാണ്. ആ കൂട്ടുകാരൻ പറഞ്ഞു, ആ മുതലാളിക്ക് ഞാനൊരു പണി കൊടുക്കാം. ഹോട്ടലിൽ അൺലിമിറ്റഡ് ഒരു ഫുഡിന്റെ മേള നടക്കുന്നുണ്ടായിരുന്നു. എന്റെ കൂട്ടുകാരൻ അത് പങ്കെടുക്കാൻ പോയി. അവിടുത്തെ ഫുഡ് മൊത്തം അവൻ കഴിച്ച് തീർക്കും. എന്നതിന് കൂട്ടുകാരന്മാരെ ഹോട്ടലിൽ വന്ന് ആ മുതലാളിയെ കളിയാക്കുന്നുണ്ടായിരുന്നു. അൺലിമിറ്റഡ് ഫുഡ് ഇത്ര പെട്ടെന്ന് തീർന്നു പോയോ എന്ന്. മുതലാളി വാശിക്ക് പറയാണ്, നാളെ നിന്റെ കൂട്ടുകാരുമായിട്ട് വന്ന് നോക്ക്, അവൻ ഒരിക്കലും കഴിച്ച് തീർക്കാൻ പറ്റാത്തത്ര ഫുഡ് ഇവിടെ കാണുമെന്ന്. നീ ഒന്ന് ജയിച്ച് കാണിക്കാൻ പറയും. പിറ്റേ ദിവസം മത്സരം ആരംഭിച്ചു. ഫുഡുകളെല്ലാം കൊണ്ട് നിരത്തുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ അവൻ ഫുഡ് കഴിക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് മുളകും ഉപ്പും അതിൽ ചേർക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വക വെക്കാതെ തന്നെ അവൻ ഫുഡ് മുഴുവൻ കഴിച്ച് തീർക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും അതിശയമായി പോയി അവനിത് ചെയ്യുന്നത് കണ്ടിട്ട്. അവിടുത്തെയുള്ള ഫുഡ് എല്ലാം അവൻ കഴിച്ച് തീർന്നു. അവന് കൊടുക്കാൻ അവിടെ ഫുഡ് ഉണ്ടായിരുന്നില്ല. മുതലാളിക്ക് ശരിക്കും ഇനി എന്ത് ചെയ്യണം എന്നറിയാതായിപ്പോയി. അയാൾ തോൽവി സമ്മതിക്കുകയും ചെയ്തു. എല്ലാവരും കൂടെ ചേർന്ന് ആ കട പൂട്ടിക്കുകയും ചെയ്തു.